സാധാരണ ചെക്കപ്പിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് ഈ ബ്ലഡ് റുട്ടീൻ ചെക്കപ്പ്. അതായത് ഹീമോഗ്ലോബിൻ, ടോട്ടൽ കൗണ്ട്, ESR ഇതൊക്കെ നോക്കുന്ന പലരും ഒരു സാധാരണ ചെക്ക് ചെയ്യുന്നതാണ്. ഈ അടുത്ത ദിവസം എനിക്കൊരു മസ്തിഷ്കാഘാതം സംഭവിച്ച ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ പുള്ളിയുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പം 18.5 18.5. അപ്പം അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. ഞാനിത് പറഞ്ഞു ഹീമോഗ്ലോബിൻ കൂടുതലാണ്. അപ്പം പറഞ്ഞു സാറേ നല്ലതല്ലേ, പൊതുവെയുള്ള ധാരണ. അപ്പൊ എപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോയ പ്രശ്നമാണ്, 10 പ്രശ്നമാണ്, 9 പ്രശ്നമാണ്. പക്ഷെ ഈ ഹീമോഗ്ലോബിൻ കൂടുന്നതും പ്രശ്നമല്ലേ? പ്രശ്നമാണ്. അതെ. അതിന് എന്താണ് അതിന്റെ കാരണങ്ങളും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? സാറ് പറഞ്ഞ പോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറയുന്നത് പോലെ തന്നെ ഒരു പ്രശ്നമാണ് ഹീമോഗ്ലോബിൻ കൂടുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ കൂടുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രധാന പ്രശ്നം ഹീമോഗ്ലോബിൻ ഒരു അളവ് വിട്ട് കൂടിയ ബ്ലഡിന്റെ കട്ടി കൂടും. ജ്യൂസൊക്കെ തിക്കാവുന്ന പോലെ കൂടും. അപ്പൊ ബ്ലഡിന്റെ ഫ്ലോ സ്ലോ ആവും. അത് കാരണം ബ്ലഡ് ക്ലോട്ടിങ് വരാനുള്ള സാധ്യതകൾ കൂടും. അതാണ് ഹീമോഗ്ലോബിൻ കൂടുന്നതിന്റെ ഒരു പ്രധാന പ്രശ്നം. ഹീമോഗ്ലോബിൻ കൂടാനായിട്ട് പല കാരണങ്ങളും ഉണ്ട്. അത് നമ്മുടെ ഈ പ്രാദേശിക റീജിയനിൽ ജനിതകമായി പൊതുവെ ഹീമോഗ്ലോബിൻ കൂടാനുള്ള ഒരു ടെൻഡൻസി പ്രത്യേകിച്ച് ആണുങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് പുകവലിക്കാരിലാണ് ഒന്ന് കൂടുതൽ കാണുന്നത്. പിന്നെ ഒബിസിറ്റി, സ്നോറിംഗ് ഉള്ളവരിൽ. ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്ന ഏതൊരു അവസ്ഥയിലും ഹീമോഗ്ലോബിൻ ശരീരം കൂട്ടാൻ ശ്രമിക്കും. അത് ശരീരത്തിന്റെ ഒരു കോമ്പൻസേഷൻ. ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളവരുടെ ഹീമോഗ്ലോബിൻ അത് അവർക്ക് അവിടെ ഓക്സിജൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ സ്ഥിരമായി പുകവലിക്കുന്നവർക്ക് പുകവലി കാരണം ഓക്സിജൻ കുറഞ്ഞു പോകുന്നു. നല്ല സ്വരത്തിൽ കൂർക്കം വലിക്കുന്നവർക്ക് കൂർക്കം വലിയുടെ സമയത്ത് ഓക്സിജൻ കുറഞ്ഞു പോകുന്നു. നല്ല വണ്ണമുള്ളവർക്ക് അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഓക്സിജൻ കുറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ ഹാർട്ടിനോ ലങ്സിനോ എന്തെങ്കിലും അസുഖമുള്ളവരുടെ ഓക്സിജൻ കുറഞ്ഞു പോകുന്ന ഏതൊരു കണ്ടീഷനും ഹീമോഗ്ലോബിൻ കൂടാം. ചിലർക്ക് അത് ഇല്ലാതെ മജ്ജയിൽ നിന്ന് കൂടുതലായിട്ട് ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥകളും ഉണ്ടാവാം. അതിനെയാണ് പോളിസൈത്തീമിയ റൂബ്ര വേറ എന്ന് പറയുന്നത്. അതായത് എല്ലാ കൗണ്ടും കൂടും. ചിലപ്പോൾ അവർക്ക് ഹീമോഗ്ലോബിൻ മാത്രം അവസ്ഥയും വരാം. അതെ. അപ്പം ഇത്തരത്തിലുള്ള ഈ സാധാരണ ഇതിന് എന്താണ് ചികിത്സ നിർദ്ദേശിക്കാറുള്ളത്? സാധാരണ ബ്ലഡ് എടുത്ത് കളയാം, 300-400 മില്ലി. അത് സാധാരണ പലരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പറയുമ്പോൾ അവർക്ക് ഇത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ പോളിസൈത്തീമിയ റൂബ്ര വേറെ എന്ന കണ്ടീഷനിൽ ബ്ലഡ് ഡൊണേഷൻ നമുക്കത് ഡിസ്കാർഡ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. അപ്പൊ പലരും ചോദിക്കാൻ ചോദ്യം, ഡോക്ടർ ഇത് വെറുതെ ഈ ബ്ലഡ് കളയാതെ ആർക്കെങ്കിലും ഗുണപ്പെടും? അത് ഗുണപ്പെടില്ല. അതിന് കാരണം ഈ പോളിസൈത്തീമിയ റൂബ്ര വേറെ ഉള്ളവരുടെ ബ്ലഡ് വേറൊരാൾക്ക് കയറ്റിയാൽ സാധ്യതകൾ വളരെ കുറവാണെങ്കിലും ആ രോഗം ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എപ്പോഴും ഒരു അസുഖമുള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് ഒരിക്കലും നമ്മൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇവരുടെ ബ്ലഡ് നമുക്ക്. അപ്പം അടുത്ത പ്രാവശ്യം നിങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിൻ 17-18 എന്ന് കാണുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം ഉടനടി ഒരു ഡോക്ടറെ കണ്ട് അത് ഗൗരവമാണോ, ഒരു ഹെമറ്റോളജിസ്റ്റിനെ, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെമറ്റോളജി അവരെ കണ്ട് ഒരു ഹെമറ്റോളജിസ്റ്റിനെ കണ്ട് അത് ഗൗരവമാണോ ഇല്ലയോ എന്ന് നിജപ്പെടുത്തുകയും അത് ആവശ്യമെങ്കിൽ ചികിത്സ തേടേണ്ടതും തീർച്ചയായും ആവശ്യമാണ്. അത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും സ്ട്രോക്ക്, മസ്തിഷ്കാഘാതം സംഭവിക്കുന്നതിന്റെ ചെറുപ്പക്കാരിലുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. അതെ, ഒരുപാട് രോഗികൾ ഇത് മുമ്പേ കണ്ടുപിടിച്ചു, പക്ഷെ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. അതെ, കൽപ്പിക്കാതെ പിന്നെ ഒരു സ്ട്രോക്ക് ആയിട്ട് വരുമ്പോഴായിരിക്കും അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. താങ്ക് യു.